ഇതൊരു അവലോകന സ്റ്റോറിയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ സംഭവ വികാസങ്ങളിൽ നവകേരള സദസ്സ് തീരുന്ന ഈ ദിവസത്തിൽ LDFും UDFും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞങ്ങളൊന്ന് വളരെ ചുരുക്കി വിലയിരുത്തുകയാണ്. ഒത്തിരി നീട്ടിയൊന്നും പറയുന്നില്ല. അതിൽ ചില കാര്യങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ലീഗ് 5ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടു. മഞ്ഞളാംകുഴി അരിയെ മന്ത്രിയാക്കാൻ CPM വിട്ടിട്ട് ലീഗിലേക്ക് പോയ CPM വിട്ടുപോയ മഞ്ഞളാംകുഴി അരിക്ക് ഒരു പാരിതോഷികം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ലീഗ് വളരെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഉമ്മൻചാണ്ടിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് 5ാം മന്ത്രിസ്ഥാനം വാങ്ങിക്കൂട്ടി. മന്ത്രിയായിട്ട് 5 മന്ത്രിമാർ ആദ്യമായിട്ട് ലീഗിന് വരികയാണ്. മറ്റേ 4 മന്ത്രിമാരെ ഉണ്ടാവുള്ളായിരുന്നു. അതൊരു സമ്മർദ്ദ രാഷ്ട്രീയമാണ് ലീഗിൻ്റെ. UDF എപ്പോൾ അധികാരത്തിൽ വന്നാലും ലീഗിൻ്റെ ഒരു സമ്മർദ്ദ രാഷ്ട്രീയം അതിനുമേൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ 5ാം മന്ത്രിസ്ഥാനം അതിനകത്തെ മറ്റൊരു ഉദാഹരണമാണ്. ഇതേപോലെ താക്കോൽ സ്ഥാനം. രമേശ് ചെന്നിത്തല എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രിയായത്? എങ്ങനെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മാറ്റം വന്നത്? അത് താക്കോൽ സ്ഥാനത്തിൽ ചിലർ ഇടപെട്ടു. താക്കോൽ സ്ഥാനം കൊടുക്കാൻ ഇടപെട്ടാൽ പെരുന്നയിലെ പോപ്പ്. ഈ പെരുന്നയിലെ പോപ്പ് ആർക്ക് വേണ്ടി ഇടപെട്ടു? രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഇടപെട്ടു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ താക്കോൽ ദാരത്തിലൂടെ എന്ത് ചെയ്യാമെന്നുള്ള ആലോചനയിൽ രമേശ് ചെന്നിത്തല അങ്ങനെ ആഭ്യന്തരമന്ത്രിയായി. മുഖ്യമന്ത്രി ആവാനുള്ള യോഗം ഉണ്ടായില്ല. അതിൻ്റെ കടുത്ത നിരാശയിലാണ് അദ്ദേഹം. എന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തിൻ്റെ വഴിയെ തന്നെയാണ് VD സതീശനും പോയിക്കൊണ്ടിരിക്കുന്നത്. VD സതീശനും വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വൈകാതെ മനസ്സിലാവും. അപ്പം ഈ പോപ്പിൻ്റെ പെരുന്നയിലെ NSS പോപ്പിൻ്റെ ഇടപെടൽ ഭരണത്തിൽ ഇതൊന്നും LDF ഭരണകാലത്ത് നടക്കത്തില്ല. LDFിൻ്റെ ഭരണത്തിന് അതിൻ്റെതായ ഒരു കൃത്യമായ ഒരു ക്രമീകരണമുണ്ട്. മേലധ്യക്ഷന്മാരും അല്ലെങ്കിൽ മറ്റ് പുറത്തുള്ളവരോ ഒന്നും ആ ഭരണത്തെ അങ്ങനെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. UDF വരുമ്പോൾ അത് നടക്കും. അതാണ് ആദ്യത്തെ വ്യത്യാസം. LDFും UDFും തമ്മിലുള്ള വ്യത്യാസം അതാണ്. 2, ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ 2021 നിയമസഭാ ഇലക്ഷൻ LDF സർക്കാർ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലിരുന്നു. പെരുന്നയിലെ നമ്മുടെ NSS പോപ്പ് രാവിലെ പോയി വോട്ട് ചെയ്തിട്ട് പുറത്തു വരുമ്പം ഈ കോലും കൊണ്ട് ചെന്ന ചാനലുകളോട് പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയാണ്: ജനവികാരം പ്രതിഫലിക്കും, വിശ്വാസികൾ പ്രതികരിക്കും, വിശ്വാസികൾ നിരാശരാണ്, അവർക്ക് ദുഃഖമുണ്ട്, അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കും. ശരിക്കും നന്നായി പ്രതിഫലിച്ചു കേട്ടോ. പെരുന്നാൾ പോപ്പിൻ്റെ ആ ഒരു പ്രവചനത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. നന്നായി പ്രതിഫലിച്ചു. കൂടുതൽ സീറ്റ് കൊടുത്ത് 99 സീറ്റിലേക്ക് LDFിനെ ജനങ്ങൾ ജയിപ്പിച്ചു. പിണറായി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നു. അപ്പോൾ ജനവിശ്വാസം അതിൽ പ്രതിഫലിച്ചു. അക്കാര്യത്തിൽ ഞങ്ങൾ പോപ്പിനോട് യോജിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, ഇപ്പം നടക്കുന്ന ഈ അക്രമങ്ങൾ. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം ഓർക്കണം. ശബരിമല പ്രക്ഷോഭ കാലത്ത് സുപ്രീം കോടതി വിധിയെ തുടർന്നു സംഘപരിവാർ ക്രിമിനലുകൾ നിലയ്ക്കലും പമ്പയിലും ശബരിമലയിലൊക്കെ എത്ര പേരെയാണ് സ്ത്രീകളെ ഉൾപ്പെടെ വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ തലങ്ങും വിലങ്ങും അടിച്ച് ബസ്സിൽ നിറക്കി തല്ലി നട്ടെല്ല് വരെ ഒടിച്ച് മാസങ്ങളോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്ന വനിതാ മാധ്യമ പ്രവർത്തകരുണ്ട്. ഇപ്പോഴും അവരുടെ പൂർവ്വ ആരോഗ്യസ്ഥിതിയിലേക്ക് വരാത്തവരുണ്ട്. അത്ര ക്രൂരമായ മർദ്ദനമാണ് സംഘപരിവാറുകാർ നിലയ്ക്കലിലും സന്നിധാനത്തും അഴിച്ചുവിട്ടത്. എന്നിട്ട് 100 കണക്കിന് കേസുകളുണ്ടായി. സ്വാഭാവികം. അക്രമം നടത്തിയ കേസെടുക്കും. എന്നിട്ട് പിന്നെ മൂങ്ങിയിട്ട് കാര്യമുണ്ടോ? കരഞ്ഞിട്ട് കാര്യമുണ്ടോ? കേസെടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് FIR ഇടും. കോടതിയിൽ കയറിയിറങ്ങേണ്ടി വരും. ശിഷ്ടജീവിതം, ബാക്കി ജീവിതം മുഴുവൻ കോടതി വരാതിൽ തിണ്ണയിൽ നിരങ്ങുന്ന അവസ്ഥയിലേക്ക് പോയപ്പോൾ ചെറുപ്പക്കാരല്ലേ അവസാനം ഇതെങ്ങനെയും രീതിയിൽ ഊരിയേ പറ്റുള്ളൂ. ശബരിമല പ്രക്ഷോഭകാലത്തെ കേസിലെ പ്രതികൾ 100 കണക്കിന് കേസുകളാണ്. അതിന് മധ്യസ്ഥത വഹിക്കാൻ പെരുന്നയിലെ പോപ്പിനെ തന്നെ പോയി കണ്ടു. സംഘപരിവാറുകാർ പോപ്പ് അതിൽ ഇടപെടാൻ നോക്കി. അതൊരു ചരിത്രം. കുറേ കേസുകൾ പിൻവലിക്കപ്പെട്ടു. കാരണം ചെറുപ്പക്കാരുടെ ഭാവി ജീവിതമല്ലേ. ഇപ്പം നടക്കുന്നത് ഇത് തന്നെയാണ്. നേതാക്കൾ അങ്ങ് ഇവിടെ ഇരിക്കും, അരമനയിലിരിക്കും.
അടികൊള്ളുന്ന മുഴുവൻ KSUക്കാരെ, യൂത്ത് കോൺഗ്രസ്സുകാരെ, ചെറുപ്പക്കാരാണ്. മറന്നു പോരുത്. കൈയും കാലും ഒടിഞ്ഞ് ചികിത്സയും നടത്തി ഭാവി ജീവിതവും പോയി കേസും പറഞ്ഞ് കോടതിയിൽ കയറി നിരങ്ങേണ്ടിയിരുന്ന വരുന്ന ഒരു അവസ്ഥ. അതാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇപ്പം കാട്ടിക്കൂട്ടുന്ന ഈ അക്രമങ്ങൾക്ക്. ഇതൊരു മുന്നറിയിപ്പ് ഞങ്ങൾ തന്നതുകൊണ്ടാണ്. ശബരിമല പ്രക്ഷോഭം ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ ഇവിടെ നടക്കാൻ പോകുന്നത് ഇതാണ്. ഇന്ന് നടന്ന അക്രമങ്ങൾ, ഇന്നലെ നടന്നത്, മിനിഞ്ഞാന്ന് നടന്നത്, ഇതിന് ശബരിമല പ്രക്ഷോഭമായിട്ടൊക്കെ വളരെ സാമ്യമുണ്ട്. അവിടെ സംഘപരിവാറായിരുന്നെങ്കിൽ ഇവിടെ പ്രധാനികൾ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരുമാണ്. കേസുകളുടെ പേരും മഴ തന്നെ ഉണ്ടാവും. അതിനെന്താ സംശയം? ആ കേസുകൾ നേരിടുക, നിയമ പോരാട്ടം നടത്തുക. ഇതാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്.